എല്ലാവർക്കും നമസ്കാരം. 2026 LBS അഡ്മിഷനിലും അലോട്ട്മെൻറ്റിലും കോഴ്സ് ഡ്യൂറേഷനിലും സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എൻട്രൻസ് എക്സാം ഉണ്ടാകുമോ? അഡ്മിഷൻ എങ്ങനെ നടക്കും? കോഴ്സ് ഡ്യൂറേഷൻ മാറിയോ? തുടങ്ങി കേരളത്തിലെ BSc നഴ്സിംഗ് കോഴ്സിലും പാരാമെഡിക്കൽ കോഴ്സുകളിലും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിയേണ്ട LBSൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ പറയാം, 2026 LBS അഡ്മിഷൻ പ്രോസസ്സിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. ഈ വർഷവും +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അഡ്മിഷൻ നടക്കുക. അതായത് നീറ്റ് പോലെയുള്ള പ്രത്യേക എൻട്രൻസ് ടെസ്റ്റ് ഒന്നും BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ആവശ്യമില്ല എന്നർത്ഥം. എന്നാൽ നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസിൻ്റെ നിയമപ്രകാരം കേരളത്തിലെ BSc നഴ്സിംഗ് കോഴ്സിലും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ പഠന കാലയളവിലും കോഴ്സുകളുടെ പേരിലും വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ വർഷം LBS അഡ്മിഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം അഡ്മിഷൻ പ്രൊസീജിയറിലല്ല, മറിച്ച് കോഴ്സ് ഡ്യൂറേഷനിലാണ്. അതായത് പുതിയ റൂൾ അനുസരിച്ച് മിക്ക പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളും ഇപ്പോൾ 3 വർഷത്തെ പഠനവും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് കൂടി 4 വർഷമായും, അല്ലെങ്കിൽ 4 വർഷത്തെ പഠനവും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ 5 വർഷമായുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ തുല്യത ഉറപ്പാക്കാനും കൂടുതൽ അംഗീകാരം ലഭിക്കാനും വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി കോഴ്സ് ഡ്യൂറേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം. ഈ വർഷത്തെ സർക്കാർ വിജ്ഞാപനവും പ്രോസ്പെക്ട്സും അനുസരിച്ച് 2026 മുതൽ കോഴ്സുകളുടെ പേരിലും കാലയളവിലും മാറ്റം വന്നിരിക്കുന്ന കോഴ്സുകൾ ഇവയാണ്. 1. B.Optom. ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി എന്ന ഈ കോഴ്സിൻ്റെ പേര് ഇപ്പോൾ B.Optom എന്നാക്കി. കൂടാതെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 3 വർഷമായിരുന്നത് ഇപ്പോൾ 4 വർഷവും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ മൊത്തം 5 വർഷമാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ കോഴ്സാണ് BSc പ്രൊഫഷൻ ടെക്നോളജി. ഈ കോഴ്സിൻ്റെ പേരിൽ മാറ്റമില്ല. ഡ്യൂറേഷൻ ഇപ്പോൾ 3 വർഷത്തും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ 4 വർഷമാണ്. അടുത്ത കോഴ്സാണ് BMLS. BSc MLT എന്ന കോഴ്സിൻ്റെ പേര് ഇപ്പോൾ BMLS, അതായത് ബാച്ചലർ ഓഫ് മെഡിക്കൽ ലാബ് സയൻസ് എന്നാക്കിയിരിക്കുകയാണ്. കോഴ്സ് ഡ്യൂറേഷൻ 3 വർഷവും ഇൻറ്റേൺഷിപ്പ് 1 വർഷവും ഉൾപ്പെടെ 4 വർഷമാണ് മൊത്തം കോഴ്സ് ഡ്യൂറേഷൻ. അടുത്ത കോഴ്സാണ് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. ഏറ്റവും കൂടുതൽ ശമ്പളവും ജോലി സാധ്യതയുമുള്ള ഈ ന്യൂജൻ കോഴ്സിൻ്റെ പേരിൽ മാറ്റമില്ല. ഡ്യൂറേഷൻ ഇപ്പോൾ 3 വർഷവും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ മൊത്തം 4 വർഷമാണ്. അടുത്ത കോഴ്സാണ് BRTT. BSc റേഡിയോ തെറാപ്പി ടെക്നോളജി എന്ന ഡിമാൻഡുള്ള ഈ ന്യൂജൻ കോഴ്സിൻ്റെ പുതിയ പേര് BRTT എന്നാണ്, അതായത് ബാച്ചലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി ടെക്നോളജി. ഡ്യൂറേഷൻ ഇപ്പോൾ 3 നിന്ന് 3.5 വർഷമാക്കി. ഇൻറ്റേൺഷിപ്പ് 6 മാസമാണ്. അടുത്ത കോഴ്സാണ് BSLP. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന ഈ കോഴ്സിൻ്റെ പേരിൽ കാര്യമായ മാറ്റമില്ല. ഡ്യൂറേഷൻ ഇപ്പോൾ 3 വർഷവും 10 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ്. അടുത്ത കോഴ്സാണ് BMRIT. BSc റേഡിയോളജി അഥവാ BSc MIT എന്നറിയപ്പെട്ടിരുന്ന ഈ കോഴ്സിൻ്റെ പുതിയ പേര് ഇപ്പോൾ BMRIT എന്നാണ്, അതായത് ബാച്ചലർ ഓഫ് മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. ഡ്യൂറേഷൻ 3 വർഷമാണ്. 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ മൊത്തം 4 വർഷം. അടുത്ത കോഴ്സാണ് BA-OTT. BSc AT ആൻഡ് OT എന്നറിയപ്പെട്ടിരുന്ന ഈ കോഴ്സിൻ്റെ പുതിയ പേര് BA-OTT എന്നാണ്, അതായത് ബാച്ചലർ ഓഫ് അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. ഡ്യൂറേഷൻ 3 വർഷം തന്നെയാണ്. 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ മൊത്തം 4 വർഷം. അടുത്ത കോഴ്സാണ് BSc റെസ്പിറേറ്ററി തെറാപ്പി. BRT കോഴ്സിൻ്റെ പേരിൽ മാറ്റമില്ല. ഡ്യൂറേഷൻ ഇപ്പോൾ 3 വർഷവും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ 4 വർഷം. അടുത്ത കോഴ്സാണ് BDTT. BSc ഡയാലിസിസ് ടെക്നോളജി എന്നറിയപ്പെടുന്ന ഈ കോഴ്സിൻ്റെ പുതിയ പേര് BDTT എന്നാണ്, അതായത് ബാച്ചലർ ഓഫ് തെറാപ്പി ഡയാലിസിസ് ടെക്നോളജി. ഡ്യൂറേഷൻ 3 വർഷവും ഇൻറ്റേൺഷിപ്പ് 1 വർഷം, മൊത്തം 4 വർഷം. അടുത്ത കോഴ്സാണ് BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി. കോഴ്സിൻ്റെ പേരിൽ മാറ്റമില്ല. ഡ്യൂറേഷൻ ഇപ്പോൾ 3 വർഷവും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ 4 വർഷം. അടുത്ത കോഴ്സാണ് BSc ഒക്യുപേഷണൽ തെറാപ്പി. കോഴ്സിൻ്റെ പേരിൽ മാറ്റമില്ല. ഇപ്പോൾ കോഴ്സ് ഡ്യൂറേഷൻ 4 വർഷത്തും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ 5 വർഷമാണ്. അടുത്ത കോഴ്സാണ് BSc എമർജൻസി മെഡിക്കൽ ടെക്നോളജി. ഈ കോഴ്സിൻ്റെ പുതിയ പേര് BEMT ആണ്, അതായത് BEMT.
അതിൻ്റെ ഫുൾ ഫോം ഇതാണ്: ബാച്ചിലർ ഓഫ് എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. ഡ്യൂറേഷൻ 3 വർഷമാണ്. 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് കൂടി ഉൾപ്പെടെ 4 വർഷം മൊത്തം വരും. അടുത്ത കോഴ്സാണ് BSc ന്യൂറോ ടെക്നോളജി. കോഴ്സിൻ്റെ പേരിൽ മാറ്റമില്ല. ഡ്യൂറേഷൻ 3 വർഷമാണ്. 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ മൊത്തം 4 വർഷം. അടുത്തത് BSc നഴ്സിംഗ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഈ കോഴ്സിൻ്റെ പേരിലും കാലയളവിലും മാറ്റമില്ല. പക്ഷേ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞാൽ പുതിയ LBS അപ്ഡേറ്റ്സ് അനുസരിച്ച് സർക്കാർ ആശുപത്രികളിൽ 1 വർഷത്തെ സേവനം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അടുത്ത കോഴ്സാണ് BSc മെഡിക്കൽ മൈക്രോബയോളജി. കോഴ്സിൻ്റെ പേരിൽ മാറ്റമില്ല. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വർഷം. അടുത്ത കോഴ്സാണ് BPT, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന ഈ കോഴ്സിൻ്റെ പേരിൽ മാറ്റമില്ല. ഇപ്പോൾ കോഴ്സ് ഡ്യൂറേഷൻ 4 വർഷവും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെ മൊത്തം 5 വർഷമാണ്. 18ാമത്തെ കോഴ്സാണ് BSc മെഡിക്കൽ ബയോകെമിസ്ട്രി. ഈ കോഴ്സിൻ്റെ പേരിൽ മാറ്റമില്ല. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വർഷം. 19ാമത്തെ കോഴ്സാണ് ബാച്ചിലർ ഇൻ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് എന്ന കോഴ്സിൻ്റെ പേര് ഇപ്പോൾ BPO അഥവാ ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് എന്നാണ്. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ 4 വർഷമാണ്. ഇൻറ്റേൺഷിപ്പ് 6 മാസം. ഈ കോഴ്സുകളിൽ +2-ൽ ബയോളജി പഠിക്കാതെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾ പഠിച്ചവർക്ക് ചേരാൻ കഴിയുന്ന കോഴ്സുകളാണ് BSLP, BPO, BO ഒപ്റ്റോം, BA OTT എന്നിവ. പുതിയ LBS അപ്ഡേറ്റ്സ് അനുസരിച്ച് BMLS അതായത് ബാച്ചിലർ ഓഫ് മെഡിക്കൽ ലാബ് സയൻസ്, B ഒപ്റ്റോം അതായത് ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, BDTT, BMRIT അതായത് ബാച്ചിലർ ഓഫ് മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BRTT അതായത് ബാച്ചിലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി ടെക്നോളജി, BSc NMT, BMT, BRT, BA OTT തുടങ്ങിയ കോഴ്സുകളിൽ +2 മിനിമം മാർക്കോടെ പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതായത് 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന നിബന്ധന ഇപ്പോൾ ഇല്ല. പക്ഷേ മറ്റു കോഴ്സുകളിൽ അപേക്ഷിക്കാൻ മിനിമം 50% മാർക്ക് ഇപ്പോഴും നിർബന്ധമാണ്. പിന്നെ ഈ വീഡിയോ അല്പമെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ചുരുക്കി പറഞ്ഞാൽ LBS അപ്ഡേറ്റ്സും സർക്കാർ നോട്ടിഫിക്കേഷനും അനുസരിച്ച് 2026-ലും BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതായത് അഡ്മിഷന് ഒരു തരത്തിലുള്ള എൻട്രൻസ് എക്സാമും ഉണ്ടായിരിക്കുന്നതല്ല. കോഴ്സുകളുടെ ഡ്യൂറേഷനിലും പേരുകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കാണാവുന്നതാണ്. കേരളത്തിലെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ, കേരളത്തിന് പുറത്ത് പ്ലേസ്മെൻറ്റോടെ കോഴ്സ് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ, കോളേജുകൾ, BSc നഴ്സിംഗ് അഡ്മിഷൻ, അബ്രോഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നിവയെക്കുറിച്ച് അറിയാനും കോഴ്സുകളുടെ കൂടുതൽ വിവരങ്ങൾക്കും ഈ കോഴ്സുകൾ പ്ലേസ്മെൻറ്റ് ഉൾപ്പെടെ ഓഫർ ചെയ്യുന്ന ടോപ്പ് കോളേജുകളെക്കുറിച്ച് അറിയാനും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.